ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകം നോക്കാം. തതശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ഛിന്ദത്യേനത് കരകലിതചക്രപ്രഹരണാൽ സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിതുദം സ്ത്വാം സമതനോദ് ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനകരീ. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. നമ്മൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ അത്യാശ്ചര്യകരമായ ഒരു കാഴ്ചയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമുക്ക് കാണിച്ചു തരുന്നത്. ഭഗവാന്റെ കയ്യിൽ നിന്ന് ആ ഗദായുദ്ധത്തിൽ ഹിരണ്യാക്ഷൻ്റെ ഗദയുടെ പ്രഹരമേറ്റ് താഴെ വീണു പോകുന്നു ഭഗവാന്റെ കയ്യിൽ നിന്നും ഭഗവാന്റെ ഗദ. അപ്പോൾ ആ ഗദ കൈവിട്ടു പോയി കയ്യിൽ നിന്നും ഭഗവാൻ താഴെ ഇട്ട് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അത് കയ്യിൽ നിന്നും വിട്ടുപോയപ്പോൾ, ഭഗവാൻ തൻ്റെ അടുത്ത ലീലയ്ക്ക് അല്ലെങ്കിൽ തൻ്റെ അവതാരോദ്ദേശ്യം നടപ്പിലാക്കാൻ സമയമാവുന്നു എന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഈ അസുരൻ്റെ ഇത്തരം ചേഷ്ടകളെ തടയാൻ, അല്ലെങ്കിൽ തൻ്റെ ശക്തിക്ക് മുൻപിൽ അസുരൻ്റെ ആയുധങ്ങളും ആസുരിക ശക്തിയും വിലപ്പോവില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനായി ആ മഹാചക്രത്തെ തന്നെ തൻ്റെ തൃക്കൈകളിൽ വരുത്തി ശോഭിക്കുന്ന ആ ഭഗവാനെയായിരുന്നു നമ്മൾ കണ്ടു നിർത്തിയത്. ഇനിയും ബാക്കി പറയുകയാണ്. തതശൂലം, തതഹ എന്നാൽ അപ്പോൾ, അല്ലെങ്കിൽ അതിന് ശേഷം, അങ്ങനെ കയ്യിലേക്ക് ആ മഹാചക്രത്തെ കൊണ്ടുവന്നതിന് ശേഷം ശൂലമെടുത്ത് കാലപ്രതിമ ഋഷി, കാലപ്രതിമ എന്ന് പറഞ്ഞാൽ കാലനെ പോലെ, ഋഷി എന്നാൽ ദേഷ്യപ്പെട്ട് കോപാകുലനായിട്ട് കാലനെ പോലെ കുപിതനായിക്കൊണ്ട് ശൂലമെടുത്തുകൊണ്ട് ദൈത്യ എന്നാൽ ആ ദൈത്യൻ, ആ അസുരൻ, ആ ഹിരണ്യാക്ഷൻ വിസൃജതി എന്നാൽ എറിഞ്ഞപ്പോൾ, അപ്പോൾ ഭഗവാനെ അങ്ങയുടെ കയ്യിൽ നിന്ന് ഗദ താഴെ വീണു. അപ്പോൾ അങ്ങാകട്ടെ ആ മഹാചക്രത്തെ കൈകളിൽ വരുത്തിയപ്പോൾ ഹിരണ്യാക്ഷൻ തൻ്റെ ഗദ താഴെ ഇട്ടിട്ട് തൻ്റെ കയ്യിലെ ശൂലത്തെ എടുത്ത് ഭഗവാന്റെ നേരെ എറിയുമ്പോൾ, ത്വയി അങ്ങ്, അല്ലയോ ഭഗവാനെ അങ്ങ്, ചിന്തതി ഏനത്, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ചിന്തത്യേനത്. ചിന്തതി എന്നാൽ മുറിച്ചപ്പോൾ, ഛേദിച്ചു കളഞ്ഞപ്പോൾ, ആ ശൂലത്തെ തൻ്റെ നേരെ എറിഞ്ഞ ആ ശൂലത്തെ ഭഗവാൻ തൻ്റെ മഹാചക്രം കൊണ്ട് മുറിച്ചു കളഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഛേദിച്ചു കളഞ്ഞപ്പോൾ, ഏനത് എന്നാൽ ഇതിനെ, അതായത് ഈ ശൂലത്തിനെ മുറിച്ചു കളഞ്ഞപ്പോൾ, കരകലിത ചക്രപ്രഹരണാൽ, കര എന്നാൽ കയ്യില, കരകലിത തൻ്റെ കയ്യിൽ ധരിച്ചിരുന്ന ചക്രപ്രഹരണാൽ, ആ സുദർശന ചക്രത്തിൻ്റെ പ്രഹരണം കൊണ്ട്, അല്ലെങ്കിൽ ആ സുദർശന ചക്രം പ്രയോഗിച്ച് സമാരുഷ്ട എന്നാൽ വർദ്ധിച്ച രുഷ്ട എന്നാൽ കോപത്തോടെ, വളരെ കോപാന്ധനായി, മുഷ്ടി ചുരുട്ടി, സഹ അവൻ, ആ ഹിരണ്യാക്ഷൻ, ഖലു ആകട്ടെ, അപ്പോൾ ഭഗവാനെ അങ്ങയുടെ നേരെ തൊടുത്തുവിട്ട ആ ശൂലത്തെ ഭഗവാനെ അവിടുത്തെ ആ മഹാചക്രം കൊണ്ട് ഛേദിച്ചു കളഞ്ഞപ്പോൾ, ആ ഹിരണ്യാക്ഷനാകട്ടെ
അത്യധികം, അതാ പറഞ്ഞ കാലനെ പോലെ കുപിതനായി, രോഷാകുലനായിക്കൊണ്ട് തൻ്റെ മുഷ്ടി ചുരുട്ടി വിതുതം സ്ത്വാം, വിതുതൻ ത്വാം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വിതുതം സ്ത്വം, വിതുതം സ്ത്വാം. വിതുതൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടിച്ചു വേദനിപ്പിക്കുക, ഭഗവാനെ അങ്ങയെ ഇങ്ങനെ ഇടിച്ചു വേദനിപ്പിക്കുന്നതായി. ത്വാം എന്നാൽ അങ്ങയെ. അപ്പോൾ അങ്ങയെ ഇങ്ങനെ ഇടിച്ചു വേദനിപ്പിക്കുന്നതായി. സമതനോത്, സമതനോത് കില എന്ന് അവിടെ ചേർത്തെടുക്കാം നമുക്കത്. സമതനോത് എന്നാൽ പ്രയോഗിച്ചുവല്ലോ. ഗളന്മായെ, അതായത് മായകളെല്ലാം ഒഴിഞ്ഞു പോയത് അഥവാ മായാതീതനായിട്ടുള്ള മായാസ്ത്വയി, മായാഹ ത്വയി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് മായാസ്ത്വയി. മായാഹ എന്നാൽ മായകളെ, ത്വയി, ത്വയി എന്നാൽ അങ്ങയെ, ജഗന്മോഹനകരി, ഈ ജഗത്തിനെ മോഹിപ്പിക്കുന്നതായി, ജഗത്തിനെ മുഴുവനും തന്നെ മോഹിപ്പിക്കുന്നതായിട്ടുള്ള അങ്ങനെയുള്ള മായകളെ പ്രയോഗിച്ചുവല്ലോ. ആര്? ആ ഹിരണ്യാക്ഷൻ. കാരണം ഭഗവാനെ അങ്ങയുടെ കയ്യിൽ ഗദ വീണുപോയപ്പോൾ ഇനിയും തനിക്ക് ജയിക്കാം, ഇനിയും തനിക്ക് യുദ്ധം വളരെ എളുപ്പമാകുമെന്ന് ധരിച്ച് അങ്ങനെ മതം പൊട്ടി നിൽക്കുന്ന സമയത്താണ്, ആ വർദ്ധിച്ച അഹങ്കാരത്തോടുകൂടി നിൽക്കുന്ന സമയത്താണ് ഭഗവാൻ തൻ്റെ സുദർശന ചക്രത്തെ കൈകളിലേക്ക് വരുത്തിയത്. അപ്പോൾ അത് കണ്ടപ്പോൾ ആ അസുരൻ, ആ ഹിരണ്യാക്ഷൻ, ഇപ്പോഴാകട്ടെ ആ സുദർശന ചക്രവും കൂടി കയ്യിൽ കണ്ടപ്പോഴത്തേക്കും ഇത് വിഷ്ണു തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണ് അവിടെ ഹിരണ്യാക്ഷൻ. അതുകൊണ്ട് തന്നെ വേഗം തൻ്റെ കയ്യിലുള്ള ഗദയെ താഴെ ഇട്ടിട്ട് ഇനിയും ഭഗവാന്റെ കയ്യിൽ, അപ്പോൾ നമ്മൾ ഒരു ദ്വന്ദ്വയുദ്ധം ചെയ്യുമ്പോൾ സമാസമം ആയുധം ഉപയോഗിച്ചാണ് ദ്വന്ദ്വയുദ്ധം ചെയ്യുന്നത്. ഇവിടെ ഹിരണ്യാക്ഷൻ ഗദയെടുത്തപ്പോൾ ഭഗവാനും തൻ്റെ ഗദയെടുത്തു. ഭഗവാൻ ഗദ താഴെ വീണുപോയപ്പോൾ ഭഗവാൻ തൻ്റെ ചക്രമെടുത്തപ്പോൾ ഹിരണ്യാക്ഷൻ്റെ കയ്യിൽ ചക്രമില്ലാത്തത് കൊണ്ട് തന്നെ ഇനിയും ഭഗവാൻ ആ ചക്രം തൊടുക്കുന്നതിന് മുൻപ് തന്നെ ഭഗവാനെ അങ്ങ് തീർത്ത് കളയാം, ഭഗവാനെ കൊന്നുകളയാം എന്നുള്ള ഇതിൽ ആ ഹിരണ്യാക്ഷൻ തൻ്റെ ആയുധമായ ശൂലം കയ്യിലെടുത്ത് ഭഗവാന്റെ നേരെ പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തൻ്റെ നേരെ പാഞ്ഞു വരുന്ന ആ ശൂലത്തെ കണ്ട് ഭഗവാൻ അതേ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി അങ്ങനെ നിൽക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന സുദർശന ചക്രം പോയി ആ ശൂലത്തെ ഛേദിച്ചു കളയുന്നു. ഇത് കണ്ടപ്പോഴാകട്ടെ അത്യധികം കോപം വീണ്ടും വർദ്ധിച്ചു ഹിരണ്യാക്ഷന്. എളുപ്പം മുഷ്ടി ചുരുട്ടിക്കൊണ്ടുവന്ന് ഭഗവാനെ പ്രഹരിക്കുന്ന ഹിരണ്യാക്ഷനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വേദനിപ്പിക്കുന്നതായിട്ട് വന്നു. ആ വേദനിപ്പിക്കാൻ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഓടി വന്ന ആ ഹിരണ്യാക്ഷൻ ഭഗവാനെ അങ്ങയുടെ മാറിടത്തിൽ മുഷ്ടി ചുരുട്ടി ധാരാളം പ്രഹരിച്ചുവെങ്കിലും അങ്ങയ്ക്ക് അത് വേദനയുളവാക്കുന്നതായിട്ടാണ് ഹിരണ്യാക്ഷന് തോന്നുന്നത്. അപ്പോൾ അങ്ങയെ വേദനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മുഷ്ടി ചുരുട്ടി ധാരാളമായി ഭഗവാനെ പ്രഹരിച്ചു. അതിനുശേഷം ആസുരികമായ പലതരത്തിലുള്ള ഈ അസുരന്മാരുടെ ഒരു പൊതു സ്വഭാവമാണ് ഈ പലതരത്തിലുള്ള മായകൾ കാട്ടുക എന്നുള്ളത്. ജഗത്തിനെ തന്നെ മോഹിപ്പിക്കുന്ന വിധത്തിലുള്ള അഥവാ അവയുടെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്ന വിധത്തിലുള്ള മായകൾ കാട്ടുന്നത് ആസുരിക സ്വഭാവം തന്നെയാണ്. നമ്മൾ രാമായണത്തിലേക്ക് പോയാൽ നമുക്ക് കാണാം, അവസാനം ശ്രീരാമചന്ദ്ര ഭഗവാനും രാവണനുമായിട്ടുള്ള യുദ്ധത്തിൽ രാവണൻ പലതരത്തിലുള്ള മായകൾ അവിടെ കാട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഈ ഒരു ആസുരിക സ്വഭാവമാണ് ഈ മായകൾ കൊണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ ലോകത്തെ തന്നെ അങ്ങനെ ബുദ്ധിയെ ഭ്രമിപ്പിക്കുക എന്നുള്ളത്. ഇവിടെ ആ ഹിരണ്യാക്ഷനും തൻ്റെ സ്വതസിദ്ധമായ ആ വാസന ഈ ജഗത്തിനെ മുഴുവൻ ഭ്രമിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയെ വികലമാക്കുന്ന, അവരുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള, വാസ്തവികത തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള ആ മായകൾ കാട്ടുന്ന സ്വഭാവം ഇവിടെയും ഹിരണ്യാക്ഷൻ പുറത്തെടുക്കുകയാണ്. പക്ഷെ ഇവിടെ എടുത്തത്
മായകൾക്കതീതനായിട്ടുള്ള ഭഗവാനോടാണ്. നമ്മളൊക്കെ മായയാൽ ബന്ധിതരാണ്. അതുകൊണ്ടാണ് നമ്മുടെ ബുദ്ധിക്ക് മുൻപിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, ഗ്രഹിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും വരുമ്പോൾ അതിനെ മായയാക്കി നമ്മൾ മന്ത്രജാലം എന്നൊക്കെ പറഞ്ഞ് നമുക്കതിനെ, നമ്മുടെ ബുദ്ധി അതിനെ സ്വീകരിക്കുന്നത്. നമ്മൾ ഈ മായയുടെ വലയത്തിനുള്ളിലാണ് കഴിയുന്നത്, നമ്മുടെ ബുദ്ധി അതിനുള്ളിലാണ് നിൽക്കുന്നത്. എന്നാൽ മായാതീതനായ ഭഗവാനെയാണ് ആ ഹിരണ്യാക്ഷൻ ഇതുപോലെയുള്ള മായകളൊക്കെ കാട്ടി ഭ്രമിപ്പിക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ മോഹിപ്പിക്കാൻ, ഭഗവാന്റെ ബുദ്ധിയെ ഒന്ന് വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചത്. ഇവിടെ ഭഗവാനെ ഇങ്ങനെ മാറിടത്തിൽ മുഷ്ടി ചുരുട്ടി ഇടിച്ചു, അല്ലെങ്കിൽ വേദനിപ്പിച്ചു, പ്രഹരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഭഗവാന് വേദനകളും ദുഃഖങ്ങളും ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെന്നുള്ളത് ഹിരണ്യാക്ഷൻ്റെ അല്പബുദ്ധി കൊണ്ട് തോന്നുന്നതാണ്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ പ്രഹരിക്കുമ്പോൾ തൻ്റെ കേമത്വം അവിടെ വെളിവാക്കപ്പെടുകയാണ്, ഭഗവാനെ താൻ കീഴ്പ്പെടുത്തുകയാണ് എന്നൊരു തോന്നൽ ഇവിടെ ഹിരണ്യാക്ഷനിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ആസുരിക ഭാവം ഒന്നുകൂടി വർദ്ധിച്ചു മായകളെയൊക്കെ കാണിക്കാനായിട്ട് തുടങ്ങിയത്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം വികാര വിചാരങ്ങൾക്ക് അതീതനാണ്. ഭഗവാൻ ഇങ്ങനെയുള്ള വേദനകളോ ദുഃഖങ്ങളോ സങ്കടങ്ങളോ ഒന്നും തന്നെയില്ല. ഭഗവാൻ സാക്ഷാൽ ആനന്ദസ്വരൂപനാണ്. നമ്മൾ നാരായണീയം തുടങ്ങുന്നത് സച്ചിദാനന്ദസ്വരൂപനായിട്ടുള്ള ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന് ഈ ഇന്ദ്രിയങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള, അല്ലെങ്കിൽ ഇതിൻ്റെ പരിമിതിക്കുള്ളിൽ നിൽക്കുന്ന ഈ വികാരങ്ങളൊന്നും തന്നെയും, സുഖമോ ദുഃഖമോ വേദനയോ ഒന്നും തന്നെയും ഭഗവാനെ അങ്ങയ്ക്ക് പരിചിതമല്ലാത്ത ഒന്നാണ്, അല്ലെങ്കിൽ അങ്ങയെ ബാധിക്കാത്ത ഒന്നാണ്. പക്ഷേ ഇവിടെ ഹിരണ്യാക്ഷൻ്റെ ആ ഒരു ആസുരിക ബുദ്ധി കൊണ്ട്, അല്പബുദ്ധി കൊണ്ട് ഹിരണ്യാക്ഷനിലെ ആ ഒരു അറിവില്ലായ്മയാണ് ഭഗവാനെ വേദനിപ്പിക്കുന്നു എന്നുള്ളത് ഹിരണ്യാക്ഷൻ്റെ ഒരു അജ്ഞാന മനസ്സിൻ്റെ കാഴ്ചയാണ്. കാരണം ആ ഒരു കാഴ്ചപ്പാട് വന്നതുകൊണ്ടാണ്, ഭഗവാന് വേദനിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് വീണ്ടും തൻ്റെ ഉള്ളിലെ ആ ഒരു നിജവാസനയെ പുറത്തെടുത്തത്. ആസുരികമായ വാസനയിൽ നിന്നും പല മായകളെ കാട്ടി ഭഗവാനെ ഒന്ന് ഭയപ്പെടുത്താൻ, ഒന്ന് ഭ്രമിപ്പിക്കാൻ ശ്രമിച്ചത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തതശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ഛിന്ദത്യേന കരകലിതചക്രപ്രഹരണാൽ സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിതുതം സ്വാം സമതനോദ് ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനകരീ. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ പാദം തുടങ്ങുന്നത് തന്നെ തതശൂലം എന്നാണ്. അപ്പോൾ അവിടെ ഒരു വിസർഗമുള്ളത് കൊണ്ട് ആ ഒരു ഹകാരം കേൾക്കത്തക്ക വിധത്തിൽ തതശൂലം എന്ന് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ കാലപ്രതിമ ഋഷി, അത് കഴിയുന്ന ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ കരകലിത ചക്രപ്രഹരണാൽ, അതൊക്കെ നമ്മൾ ചെറിയ ചെറിയ വാക്കുകളായിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു വായിക്കാൻ. പിന്നത്തെ മൂന്നാമത്തെ പാദം വരുമ്പോൾ അത് മുഴുവൻ തന്നെയും ചേർത്തെടുക്കേണ്ടതാണ്. സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിതുതം സ്വാം സമതനോദ്, അതത്രയും ചേർത്ത് തന്നെ വായിക്കേണ്ടതാണ്. അതിൻ്റെ അടുത്ത പാദത്തിലേക്ക് വരുമ്പം ഗളന്മായേ മായാസ്ത്വയി, അതും ചേർത്ത് തന്നെ എടുക്കുക. പിന്നെ അവിടെ ആ പാദത്തിൻ്റെ അവസാനം ജഗന്മോഹനകരീഹി, അവിടെയും ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.